பட 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 படவன எந்த கண்ணம்மா நீ தொட 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 துடிக்குது எந்த நெஞ்சம்மா ஹே சிலு 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 சிலுவன கொஞ்சம் செல்லம்மா நான் சட 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 மழையன வந்தேன் கண்ணம்மா திருநாள் இதுவா இதயம் தரவா உரைத்தேன் மெதுவா குஞ்சி குஞ்சி வரவா பட 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 படவன எந்த கண்ணம்மா நீ தொட 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 துடிக்குது எந்த நெஞ்சம்மா ஹே சிலு 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 சிலுவன கொஞ்சம் செல்லம்மா நான் சட 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 மழையன வந்தேன் கண்ணம்மா ഈ ഒരു എണ്ണ തയ്യാറാക്കാനായിട്ട് നമുക്ക് ചെമ്പരത്തിപ്പൂ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സാധാരണ നമ്മുടെ വീടുകളിലെ മിക്ക വീട്ടിലെയും വേലിക്കലും അല്ലെങ്കിൽ തൊടിയിലും പറമ്പിലും ഒക്കെ കാണുന്നതാണ് നല്ല ഈ ഒരു ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കുറച്ച് പറിച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് എന്താ പറയുക കാച്ചിയെടുക്കുക, അല്ലെ എണ്ണ മുറുക്കുക എന്ന് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഒന്ന് കാച്ചിയെടുത്തിട്ട് നമ്മൾ അരിച്ച് അതിൻ്റെ വേസ്റ്റ് മാറ്റിയിട്ട് ഈ ഒരു എണ്ണ നമ്മുടെ തലയുടെ ഓട്ടിയിലും സ്കാൾപ്പിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ മൈൽഡ് ഷാമ്പു എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകി കളയുകയാണെങ്കിൽ നമ്മുടെ തലമുടി വളരെ സോഫ്റ്റായി സിൽക്കിയായി നല്ല പഞ്ഞി പോലെ ഇരിക്കും. അതുപോലെ തന്നെ മുടി കൊഴിയുന്നതും വളരെ കുറവുണ്ടാവാനും സാധ്യതയുണ്ട്. സാധാരണ നോർമൽ എണ്ണ ഉപയോഗിച്ച് കുളിക്കുന്നവർക്കൊക്കെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെമ്പരത്തിപ്പൂ പറിച്ച് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കുക. അരച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഒരു പതഞ്ഞ് നൊരയായിട്ട് വരുമല്ലോ, ആ ഒരു നൊര തങ്ങുന്നതാണ് ഈ എണ്ണയുടെ ഒരു പാകം, കാച്ചിയെടുക്കുന്നതിൻ്റെ ഒരു പാകം. എന്നിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മളൊരു അരിപ്പയിൽ ഒഴിച്ച് വെച്ച് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഈ എണ്ണ നമ്മുടെ തലയിൽ ഒട്ടിയിലൊക്കെ തേച്ച് കുളിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ തലമുടിക്ക് വളരെ ഒരു സിൽക്കി സോഫ്റ്റൊക്കെ എഫക്റ്റ് കിട്ടുന്നതാണ്. നല്ല ഒരു തിളക്കമൊക്കെ അറിയാമല്ലോ. ചെമ്പരത്തി ഇലയൊക്കെ നമ്മുടെ പണ്ട് കാലം മുതലേ താളിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തേക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.